ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാ'srecipes. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുർക്കുരയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കുർക്കുരയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയും ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള മിക്കവാറും വീടുകളിൽ പാസ്ത ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് നമുക്കൊരു നല്ല ടേസ്റ്റുള്ള കുർക്കുരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മാക്രോണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാസ്ത ഉപയോഗിച്ചിട്ടും നിങ്ങൾക്കിത് ഉണ്ടാക്കാം. വീറ്റ് പാസ്ത ആയാലും മൈദ, സൂചി, ഏത് പാസ്ത ആയാലും നിങ്ങൾക്കിതിന് യൂസ് ചെയ്യാം. ഏത് ഷേപ്പിലുള്ളതായാലും കുഴപ്പമില്ല, യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മാക്രോണിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഒരു കപ്പ് മാക്രോണി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതാണ് മാക്രോണി. പിന്നെ ഇപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അധികം ചേർത്തോളൂ. ആ മാക്രോണിയിലേക്ക് ഉപ്പ് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സാധാരണ കുക്കിംഗ് ഓയിൽ, റിഫൈൻഡ് ഓയിൽ ഏതാച്ചും ഒഴിച്ചു കൊടുക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഓവർ കുക്കാവാൻ പാടില്ല, കൂടുതലായിട്ട് സോഫ്റ്റ് ആവാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക. അത് അധികം സമയമൊന്നും എടുക്കില്ല. അങ്ങനെ കൈ കൊണ്ട് ഇതാ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇപ്പോൾ കണ്ടില്ലേ, അങ്ങനെ പ്രസ് ആവുന്നുണ്ട്. ഒരു 90% അടുത്ത് വെച്ചിട്ട്, അതായത് മുഴുവൻ അങ്ങോട്ട് കുക്കാവണ്ട, കുറച്ച് അത് ബാക്കി വന്നോട്ടെ. ആ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് വറുത്തെടുക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഞാനിതേപോലെ ഒരു അരിപ്പയിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്, ഒരു ഫിൽറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ വെള്ളം ഡ്രൈ ആവണ്ട കേട്ടോ, വല്ലാതെ ഡ്രൈ ആവണ്ട. ഒരു 1-2 മിനിറ്റ് നമ്മളിതൊന്ന് പുറത്ത് വയ്ക്കുക. അതിൻ്റെ ശേഷം മാത്രം ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കോൺഫ്ലോർ ഇടുക. ഇതൊന്ന് കോട്ട് ചെയ്യാൻ മാത്രമുള്ളത് 2-3 സ്പൂണ് കോൺഫ്ലോർ ഇടുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്യണം. നമുക്ക് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കേണ്ടതല്ലേ, അതിന് വേണ്ടിയിട്ട് കോൺഫ്ലോർ, അതായത് ചോളത്തിൻ്റെ പൊടി ഉണ്ടല്ലോ നമ്മൾ സൂപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ആ കോൺഫ്ലോർ നമുക്കിതൊന്ന് ഇത് കോട്ട് ചെയ്തെടുക്കുക. വളരെ ഈസിയാണത്. നമുക്കിപ്പോൾ കുട്ടികൾ സ്നാക്കൊക്കെ വേണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടത്. എന്നിട്ട് അധികമുള്ള പൊടി നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ ഈ എണ്ണയിലേക്ക് ഈ പൊടി വീണാൽ കംപ്ലീറ്റ് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതാവാതിരിക്കാൻ എക്സ്ട്രാ പൊടി ഇങ്ങനെ ജെല്ലടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഫിൽറ്റർ വെച്ചിട്ട് ഒന്ന് കളയുക. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് വറുത്ത് കോരുക. അങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ വറുത്ത് കോരുക. ഇത് ഇട്ടിട്ട് അപ്പം തന്നെ വല്ലാതെ ഇളക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ കോട്ടിങ് ഇതാവണ്ട. അപ്പോൾ നമ്മൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം, ഞാനിപ്പോൾ ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ക്രിസ്പി ആവാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഞാനൊരു ഫോർക്ക് കൊണ്ട് അതൊന്ന് ഇങ്ങനെ ഇളക്കുകയാണ്. ഇപ്പോൾ ഇതാ എന്തൊരു ഗോൾഡൻ കളറിലേക്ക് മാറിയിരിക്കുന്നു, കണ്ടില്ലേ? ഒരു ഗോൾഡൻ കളറിലേക്ക് മാറി. ഇതിപ്പോൾ ഇത് കോരിയെടുത്തു. നല്ല ക്രിസ്പി ആയിട്ടത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ ഉപ്പ്, അതാ പറഞ്ഞാൽ വെള്ളത്തിൽ കുറച്ച് കൂടുതൽ ഉപ്പിടണമെന്ന്. അപ്പോൾ ആ ഉപ്പ് ഇതിലേക്ക് പിടിക്കും. ഇപ്പോൾ ഇതാ നല്ല ഇത് ഇങ്ങനെ തന്നെ ഇപ്പോൾ നല്ല ക്രിസ്പിയാണത്. നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം കേൾക്കാം എത്ര ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. ടിഷ്യൂ പേപ്പറിൽ ഇടാൻ പാടില്ല കേട്ടോ. നേരിട്ടിട്ട് ഒരു പ്ലേറ്റിലോ ഒരു പാത്രത്തിലേക്കോ ആക്കിയാൽ മതി. ടിഷ്യൂ പേപ്പറിൽ ആ ഓയിൽ അബ്സോർബ് ചെയ്താൽ പിന്നെ ഇതിൻ്റെ മസാല പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല, കണ്ടില്ലേ? ഇനി ബാക്കിയുള്ളതും ഇതുപോലെ വറുത്തെടുക്കുക. കുറച്ചായിട്ടിട്ട് എടുക്കുക. ഇത് വറുത്തെടുക്കാനൊന്നും അധികം ടൈം ഒന്നും വേണ്ട കേട്ടോ. അതേപോലെ തന്നെ ഇത് ഒട്ടും എണ്ണ കുടിക്കില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാ എല്ലാം അതുപോലെ റെഡിയാക്കി എടുത്തു. ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊട്ടണ ശബ്ദം കേൾക്കും കേട്ടോ. അത് നമ്മൾ ആ ഗോൾഡൻ കളർ ആവുന്നതിൻ്റെ മുന്നേ
ക്രിസ്പി ആവണതിൻ്റെ മുമ്പെയാണ് ഉള്ളൊരു ഇതാണത്. അത് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. എത്ര ക്രിസ്പിയാന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. കുറച്ചെടുത്ത് മാറ്റുകയാണ്. 2 തരത്തിൽ മസാല ഇട്ടിട്ട് നോക്കാം. ലേശെടുത്ത് മാറ്റി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള മസാല ചേർക്കാം. ഇപ്പോൾ ഒരു പകുതിയിലേക്ക് ഞാൻ മാഗിയുടെ മസാല മാജിക് പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ ആദ്യത്തെ ഹാഫിൽ ഞാൻ പിസ്സ സീസണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പിസ്സ ഒറിഗാനോ, ഇത് കേയ ബ്രാൻഡിൻ്റെയാണ്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ സാധാരണ പിസ്സയിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിസ്സയൊക്കെ ഉണ്ടാക്കാനും ബ്രെഡ് പിസ്സ ഉണ്ടാക്കാനും നോർമൽ പിസ്സ ഉണ്ടാക്കാനൊക്കെ ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് മെക്ഡൊണാൾഡിലൊക്കെ കിട്ടുന്ന ആ ഒരു പിസ്സയുടെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം. അപ്പോൾ ഞാൻ 2 ഹാഫായിട്ട് 2 എണ്ണത്തിൽ 2 തരത്തിലുള്ള മസാല ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ആ മസാല ഇട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഹാഫിൽ ഞാൻ പിസ്സ സീസണിംഗ് ആണ് ഇടുന്നത്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രേ വേണ്ടൂ. എത്ര വേണ്ട വെച്ചാൽ നമുക്ക് അത്ര ഇടുക കേട്ടോ. അത്ര കണക്കില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ബാക്കിയുള്ളത് ഞാനൊരു പ്ലേറ്റിലേക്കാണ് ആക്കിയിരിക്കുന്നത്. അതിൽ മാഗിയുടെ മസാല മാജിക്കാണ് ഇട്ടിരിക്കുന്നത്. എനിക്കിതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. ഈ മാഗിയുടെ മസാല മാജിക്ക് നല്ല ടേസ്റ്റാണ്. പിസ്സ സീസണിങ് ആ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർ അത് ചേർക്കാം. മാഗിയുടെ മസാല മാജിക്കാണ് കിട്ടാൻ എളുപ്പം. അത് എല്ലായിടത്തും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ ഉണ്ടാവുന്ന മാഗിയുടെ ആ പൗഡർ ഉണ്ടല്ലോ, അതായാലും മതി കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പെപ്പർ പൗഡറും ചാട്ട് മസാലയൊക്കെ ഇട്ടാലും അങ്ങനെ ആയാലും മതി. വേറെ മസാലയൊന്നും ഇല്ലെങ്കിൽ ചാട്ട് മസാല ഇട്ടാലും മതി, പെപ്പർ പൗഡറൊക്കെ. അപ്പോൾ ഇത് മിക്സ് ചെയ്തു. നല്ല ഫ്ലേവറാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധാരണ ആ ഒരു ഇതുണ്ടല്ലോ, ചിപ്സിൻ്റെ ഇതിൻ്റെയൊക്കെ മീതുള്ള കോട്ടിങ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ആ മസാലയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്